കയ്യൊഴിയും. കാരണം അവര് റായ്ബറേലിൽ അത് പാരമ്പര്യമായിട്ട് അവരുടെ സീറ്റാണല്ലോ. ഇന്ദിരാഗാന്ധി, സോണിയാഗാന്ധി, ഇനിയിപ്പോ രാഹുൽ ഗാന്ധിക്ക് കൈമാറുന്നത് അത്രേ ഉള്ളൂ. അപ്പൊ വയനാട് എന്തായാലും ഒഴിവാകും. വയനാട്ടിലൊരു ബൈ ഇലക്ഷൻ പ്രതീക്ഷിക്കാം. അത് അദ്ദേഹം ഒഴിവാലും അതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള ആൾക്കാർ ഇവിടെ കാണും. അദ്ദേഹത്തിന് നിൽക്കാക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് തിരക്ക് പിടിച്ച ഒരു വ്യക്തിയാണ്. കൈയൊഴിയും. അവരുടെ തട്ടകം അവിടെയാണ്. അതുകൊണ്ട് ഇവിടെ വിടാനാണ് സാധ്യത. രാഹുൽ ഗാന്ധി വയനാട് ഒഴിവാക്കുക എന്നുള്ളത് ആ പാർട്ടിയായിരിക്കും തീരുമാനിക്കുക. പക്ഷേ രാഹുൽ ഗാന്ധി മിക്കവാറും ഇവിടെ തന്നെ ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിലും ആ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. എന്നുവെച്ചാൽ പ്രസിഡന്റ് കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യവും നല്ല രീതിയിൽ വിജയിപ്പിച്ചു വിട്ടിട്ട് ഒരു പ്രതിസന്ധി ഉള്ള സമയത്ത് രാഹുൽ ഗാന്ധിനെ ഉയർത്തിക്കൊണ്ടുവന്ന നാടാണ് വയനാട്. അതുകൊണ്ട് ഇവിടെ ഇല്ലെങ്കിലും അയാൾക്ക് ഇതിന്റെ ഒരു സാന്നിധ്യം ഉണ്ടാവും വിചാരിക്കണം. വയനാട്ടിൽ നിന്ന് ഒഴിവാകൂല. മുപ്പത് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ചിലപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത വയനാട്ടിൽ മുത്തല്ലേ. വയനാട് നിൽക്കുന്നതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ രാഹുൽ ഗാന്ധി ഒരു ദേശീയ നേതാവല്ലേ. ദേശീയ നേതാവുമ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹം നോർത്തിലേക്ക് പോകുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ ആ ഭാഗത്തുള്ള ചെയ്യാൻ പറ്റുക. അദ്ദേഹം നോർത്തിൽ ഇല്ലെങ്കിൽ അതിന്റേതായ ഒരു വിഷമം ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് വയനാട്ടിലാണ് നിൽക്കേണ്ടത് ഇഷ്ടമെങ്കിൽ കൂടി അതിനെയാണ് കൂടുതൽ ഞാൻ സ്വാഗതം ചെയ്യുക. എനിക്ക് തോന്നുന്നു വയനാട് തന്നെ കണ്ടിന്യൂ ചെയ്യും തോന്നുന്നു. കാരണം രാഹുലിന് ഇവിടെ ഒരു രാഷ്ട്രീയമുള്ള സ്ഥലമായതുകൊണ്ട് വയനാട് തന്നെ നിൽക്കാനാണ് സാധ്യത. എനിക്ക് തോന്നുന്നത് മാക്സിമം അവിടെ പോകാനായിരിക്കും. കാരണം കൂടുതൽ ബന്ധം അവിടെയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇവിടെയും പുള്ളിക്ക് വേണ്ടപ്പെട്ട സ്ഥലം തന്നെയാണ്. കുറച്ചും കൂടി ആത്മീയപരമായിട്ട് നോക്കുമ്പോൾ ഇവര് അവിടെ ആയിരിക്കും. അദ്ദേഹം ഇന്നലെ പൂർണ്ണമായിട്ടും സംസാരിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹം വയനാട്ടിൽ തുടരുന്നതാണ് ഞങ്ങളെ ആഗ്രഹം. ഏതെങ്കിലും സ്ഥലത്ത് അദ്ദേഹം രാജിവെക്കണമല്ലോ. വയനാട്ടിൽ തുടരുന്നതാണ് ഞങ്ങളെ ഏറ്റവും വലിയ ആഗ്രഹം. അത് പാർട്ടി തീരുമാനമല്ലേ. നമ്മൾ ഇപ്പൊ എന്ത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ലല്ലോ. പാർട്ടി എന്താ തീരുമാനിക്കുന്നത് അതുവരെ അത് ചെയ്യുള്ളൂ. വയനാട് ഒഴിയരുതെന്നാണ് എന്റെ ആഗ്രഹം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പാർട്ടി എന്താ തീരുമാനിക്കുന്നത് അതേ അവർ ചെയ്യുള്ളൂ. നമുക്കതിൽ ഒരു റോളില്ലല്ലോ.